ഹായ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ ധന്യൻ്റെ ബർത്ത്ഡേ. അവള് പിന്നെ രാവിലെ 7 മണിക്ക് പണിക്ക് പോകും, 7:30 ഉള്ളിൽ പോകും. അപ്പൊ നമ്മൾക്ക് വീഡിയോ ആക്കാനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവൾ പണിയെല്ലാം വിട്ടിട്ട് വന്ന പിന്നെ അവളുടെ ബർത്ത്ഡേ വിശേഷം എല്ലാം നമുക്ക് കാണാം. ഒന്ന് ധന്യന്റെ ബർത്ത്ഡേ വക നമ്മള് കേക്കും പിന്നെ ലേസം ഇറച്ചിയും മേടിക്കാൻ പോയോണ്ടുണ്ട്. ഇക്കൊല്ലത്തെ കേക്ക് അമ്മേന്റെ വക ധന്യക്ക്. പിന്നെ കേക്ക് സെലക്ഷൻ ആക്കാൻ 2 ആൾ കൂടെ വന്നോണ്ട് കേക്ക് എടുക്കാൻ വന്ന് കേക്ക് എടുക്കാം അല്ലേ? DHNYA എടുക്കാൻ വന്നതിന് ഇന്ന് ബക്കറീദ്. അപ്പോൾ നല്ല സ്പെഷ്യൽ ഇറച്ചിയെ തൂങ്ങിക്കൊണ്ടുണ്ട് അല്ലേ? സ്പെഷ്യൽ അതെ. അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ട് അമ്മ തന്നെ ഈ കൊല്ല കേക്കിന്റെ സ്പോൺസർ. അപ്പൊ അമ്മന്റെ കൈക്ക് ഹാൻഡ് ഓവർ. എന്റെ ബഗ്ഗെ മോൾക്കായിട്ട് ഇത്ര കൊല്ലം അവരുടെ ബഗ്ഗെ ആയിട്ടുണ്ടായി. ഞാൻ എന്റെ ബഗ്ഗയിൽ ഈ കൊല്ലം എടുക്കണമെന്നുണ്ടായി. എടുത്ത് പിന്നെ അപ്പൊ നമുക്ക് ഓരോരോ പരിപാടി കാണാം. അപ്പോ ഇന്ന് ഇത്ര ദിവസം അമ്മേൻ്റെത് ഫുഡ് ഞാൻ തിന്നോണ്ടായി. എന്താ പറഞ്ഞ രസം, കാലു സൂപ്പ്, പിന്നെ ധന്യന്റെ മീൻകറി. അപ്പൊ ഇന്ന് അവളുടെ ബർത്ത്ഡേന്റെ വക ഞാനൊരു ചിക്കൻ ബിരിയാണി ആക്കുന്നു. പിന്നെ ബാക്കിയതെല്ലാം അമ്മയും അവരും ആക്കും. അപ്പൊ എന്റെ ഇന്നത്തെ ഒരു ചിക്കൻ ബിരിയാണി അതെങ്ങനെ ആക്കേണ്ടതെന്ന് കാണാം. ബർത്ത്ഡേ പാർട്ടിനെ രാവിലെ ഇതുവരെ നമ്മൾ കാത്തോണ്ടല്ലോ അമ്മ. ബർത്ത്ഡേ പാർട്ടിക്ക് ലീവില്ല, അതിനെ കൊണ്ട് പണിക്ക് പോയിട്ടുണ്ടായി. അവള് പണി വിട്ടിട്ട് വരുന്നവരെ നാനും കുട്ടികളെല്ലാം പോയിട്ട് കേക്ക് പിന്നെ ചിക്കന് ഒരു ലേസം മട്ടന് എല്ലാം കൊണ്ടുവന്നിട്ട് ഇത് അമ്മേന്റെ കറി ഇവിടെ കുക്കറിലുണ്ട്. ബിരിയാണിക്കുള്ളതെല്ലാം അവിടെ ആയോണ്ട് ബർത്ത്ഡേ പാർട്ടി ഇപ്പൊ കേറിയിട്ട് വന്നു. ഇനി കുളിച്ചിട്ട് തുണിയെല്ലാം ഇട്ടിട്ട് അടുക്കളയിലെ പണിയെടുപ്പിക്കാം, എന്നാലേ ബർത്ത്ഡേ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? അപ്പൊ അടുത്ത നമ്മളുടെ ബിരിയാണി പരിപാടി നോക്കാം. ബിരിയാണിന്റെ ഭാഗമായിട്ട് ചിക്കനക്ക് മസാല എല്ലാം ഇട്ടിട്ട് പൊരിച്ചോണ്ടുണ്ട് അല്ലമ്മ. ഇത് ഇത്ര ഫ്രൈ ആക്കിട്ടായിന് എത്ര ബാക്കിയുണ്ട്. ഇതെല്ലാം കൂടി റെഡി ആയത് നമുക്ക് ബിരിയാണി ആക്കാൻ തുടങ്ങാം. നമ്മളുടെ ബിരിയാണി പരിപാടിയിലേക്ക് കടക്കാം. സവാള നമ്മളിവിടെ ഉള്ളിന്ന് പറയും. ഉള്ളി, തക്കാളി, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഒരു 3 പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, വലിയ ജീരകം, ചെറിയ ജീരകം എല്ലാം. അപ്പോൾ നമ്മൾ 1 by 1 പറഞ്ഞ ബിരിയാണി കുറേ ആൾക്കാർ ആക്കും. യൂട്യൂബെല്ലാം തുറന്നിട്ട് ബിരിയാണീനെ അടിച്ച ഒരു 20-30 ബിരിയാണീൻ്റെ വീഡിയോസ് വരും. നമ്മൾ ഒന്ന് ആക്കുന്നതിന് നമ്മൾ എങ്ങനെ ആക്കണ്ടെന്നില്ല ആൾക്കാർ കണ്ടോട്ടെ അല്ലേ? അപ്പോൾ എണ്ണ കാഞ്ഞ് എണ്ണയോ ലേശം നെയ്യ് കിട്ടുന്നല്ലേ? പട്ട, ഗ്രാമ്പ്, ഏലക്കി. പട്ട, ഗ്രാമ്പ്, ഏലക്കി ചൂടായി പോയിന്. ഇപ്പൊ അതിന്റെ വേക്കൽ ഉള്ളി. ഉള്ളി മൂത്ത് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ ഇട്ട് പച്ച മണങ്ങളെല്ലാം
അപ്പോൾ അടിപൊളി ബിരിയാണി റെഡി ആയതുകൊണ്ടുണ്ട്. വെളുത്തുള്ളി ഇത് നല്ല ഫ്രൈ ആയിന്. ഇനി മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കും. എല്ലാം മിക്സ് ആക്കും. അത് നല്ല അതിൻ്റെ പച്ചമണെല്ലാം പോകണം അല്ലേ? തക്കാളി ഇടല. തക്കാളി മൂത്ത് വന്നത് മസാല ഇട്ടതോ പിന്നെ ചിക്കൻ. പിന്നെ നമ്മൾ ചിക്കനെ പൊരിച്ചിട്ടാക്കുന്ന കൊണ്ട് ഇവിടെ ഒരു 2-3 പീസ് ചിക്കൻ ഇട്ടിട്ട് അതിനെ നല്ല തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഫ്ലേവർ കിട്ടും. ഇത് തക്കാളിൻ്റെ കൂടെ മസാല ഇടാൻ പോകുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, കുരുമുളക്, വലിയ ജീരകം, ചെറുജീരകം ഇടട്ടെ. ഇത് നല്ല മൂത്തിട്ട് നല്ല മസാല ആവണം അല്ലേ? തക്കാളി എല്ലാം വെന്ത് വരുമ്പോൾ മസാല ഇടും. നല്ല മൂത്തല്ലേ? ഈ പരുവത്തിലായി. ഇനി വെള്ളം ഒഴിക്കല്. മസാല എല്ലാം നല്ല മൂത്തിട്ട് വന്ന് ഇത് നമ്മളിപ്പോ ചിക്കനെ വേവിച്ചതിന്റെ വെള്ളം വെറും ചിക്കനെ വേവിച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞ ലെസോ ഫ്ലേവർ ഇരിക്കട്ടെ. അപ്പൊ ആ വെള്ളം അളവ് വെള്ളം ഇത് അല്ലേ? തളിച്ച പിന്നെ അരിയിടാം. ഇത് ഒരു വെറൈറ്റി ബിരിയാണി. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കൻ ഇട്ടിട്ടില്ല, ചിക്കനെ പൊരിച്ച് വെച്ചിന്. അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവറില്ല, ചിക്കനെ വേവിച്ച വെള്ളം ഇട്ടുന്നു. എന്നിട്ട് ഈ ചോറ് ദമ്മ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ പൊരിച്ച ചിക്കനായിക്ക് കൂട്ടല്. വെള്ളം തിളച്ച് അരി ചോറ് മണിമണിയായിട്ട് വരാൻ വേണ്ടിയിട്ട് അരച്ചെരുപൊടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പരുവാകുമ്പോൾ ഈ പൊരിച്ച ചിക്കൻ ചേർത്തിട്ട് നല്ല മിക്സ് ആക്കണം അല്ലേ? എന്നിട്ട് ദമ്മക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഈ പർവ്വത്തില് ദമ്മക്ക് വെക്കല്ലേ? സ്റ്റവ് നമ്മൾ ഈ തവ അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന് അതിന്റെ മുകളിൽ കയറ്റിട്ട് വെക്കും. അമ്മന്റെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിന്. പിന്നെ ധന്യ കൂടിയാക്കിയിട്ടുള്ള ബിരിയാണി ഇവിടെ 6 മണിക്കൂറിൽ റെഡിയാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ണുമ്പോ കാണാം. അതിൻ്റെ ഇടയിൽ ധന്യ ഒരു പായസാക്കിന്. അപ്പോൾ 3 ആളുടെ 3 ഐറ്റമായി. എൻ്റെ ബിരിയാണി, ധന്യൻ്റെ പായസം, അമ്മേൻ്റെ മട്ടൻ കറി. അല്ലമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. ഇന്നത്തെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് തുടങ്ങി. ഇത് ധന്യൻ്റെ ഇന്നത്തെ ബർത്ത്ഡേൻ്റെ പുതിയ ഡ്രസ്സ് അല്ലേ? അപ്പൊ നമുക്ക് കേക്ക് കട്ടാക്കല്ലേ അമ്മ? കുട്ടികളിവിടെ വെയിറ്റിംഗ്. എന്തോ ഒരു സ്റ്റെപ്പ് ഇടാൻ റെഡി ആയിന്. അപ്പൊ സ്റ്റെപ്പ് ഇടണ റെഡി. ഓ സൂപ്പർ മകനെ, കളിച്ചിട്ട് മകനെ. താങ്ക് യു.
ഇപ്പൊ ബർത്ത്ഡേ തുടങ്ങി. അതെ. ഇപ്പൊ ഇത് കത്തിക്കാൻ നോക്കുന്നുണ്ട്, കത്തിക്കൊണ്ടില്ല. കൊറേ നേരമായി മാത്രം കത്തിന്. ഹാപ്പി ബർത്ത്ഡേ കട്ടക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ആർക്കോ ബർത്ത്ഡേ പാർട്ടി കട്ടാക്കിയിട്ട് വേറെ ആർക്കോ കൊടുക്കണം. അങ്ങനെ ആയി. ബർത്ത്ഡേ കാർത്തി കൊടുത്തത്. അപ്പൊ നമ്മളുടെ കേക്ക് കട്ടിങ് ഇവിടെ തീർന്നല്ലമ്മ. അതെപ്പാ. അപ്പൊ അടുത്ത പരിപാടി നോക്കാം. ബിരിയാണി റെഡിയായി. ഇത് ദമ്മെടുത്തു. ദമ്മ് പൊട്ടിച്ച് സൂപ്പറായിട്ടായിന്. അപ്പൊ നമുക്ക് തിന്ന് നോക്കിട്ട് പറയാ അല്ലേ. ചോറ് കഴിക്കാനിരുന്ന് അമ്മന്റെ ബർത്ത്ഡേ വക അടിപൊളി ബിരിയാണി. അപ്പൊ നമ്മൾക്ക് ഇന്ന് ധന്യന്റെ ബർത്ത്ഡേ വക ചിക്കൻ ബിരിയാണി നല്ല സൂപ്പറായിട്ട് വന്നിന്. എന്നിട്ട് അമ്മേന്റെ മട്ടൻ കറി, ധന്യ ആക്കിയ പായസോ, വെറും ചോറ്. അമ്മ ബിരിയാണി തിന്നില്ല. അപ്പൊ നമ്മൾക്ക് ചോറുണ്ടിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. ഇതന്നെ ഇത്ര തന്നെ നമ്മളുടെ ആഘോഷം അല്ലേ. ശരി. അപ്പൊ ചോറുണ്ട. ബിരിയാണി നല്ല പാങ്ങുണ്ട്. ആ ചിക്കനെല്ലാം നോക്കമ്മ, നമ്മൾ പൊരിച്ചിട്ട് ഇടുമ്പോ അതേമാതിരി ഉണ്ടാവും. എന്താ പറഞ്ഞ ദമ്മ് ഇടുമ്പോ ലാസ്റ്റ് കിടണോ. ചോറും അത്ര ഇതാ മണിമണിയായിട്ട് നല്ല പാങ്ങുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം.